50 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കപ്പെട്ട ഭീകരൻ ഭിന്ദ്രൻ പിള്ള കേരളം തമിഴ്നാട് അതിർത്തിയിലേക്ക് കടന്നതായി പോലീസ് വൃത്തങ്ങൾ സംശയിക്കുന്നു. ഭാരതത്തിന്റെ അഖണ്ഡത തകർക്കാൻ ശ്രമിക്കുന്ന ചില വിദേശ ശക്തികളുടെ സഹായത്തോടെയാണ് ഭിന്ദ്രൻ പിള്ള ജയിൽ ചാടിയതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹിയിൽ പ്രസ്താവിച്ചു. നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. एक विशेष सूचना खबर मिली है कि खतरनाक आतंकवादी भिंद्रन बिल्ला तिहाड़ जेल से फरार हो गया है. फरार के पीछे किसी अंतर्राष्ट्रीय आतंकवादी ग्रुप होने की आशंका है. भिंद्रन बिल्ला को जिंदा या मुर्दा पकड़ने वाले को सरकार ने 50 लाख रुपए का इनाम देने का घोषणा की है. ഗുരുവായൂരപ്പ, പിക്ചർ ട്യൂബ് വീണ്ടും പോയെന്നാ തോന്നണേ. കൊച്ചാപ്പി, ഇവനിത് എവിടെ പോയി കിടക്ക? കൊച്ചാപ്പി, മന്ത്രിയോട് ഇന്ന് 2 വാക്ക് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഈ ഇൻസ്പെക്ടർ കൊച്ചാപ്പി ആരാണെന്ന് അയാൾ ഇന്ന് അറിയും. അയ്യോ, എന്റെ യൂണിഫോം എടുത്തിട്ട് ആരാ നിന്നോട് പറഞ്ഞത്? ഈ ഒരു തവണത്തേക്ക് സാർ എന്നോട് ക്ഷമിക്കും. എന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം ഡെയിലി ഒരു 5 പ്രാവശ്യമെങ്കിലും ക്ഷമിക്കണം സാർ, എന്നെ പറഞ്ഞു വിടരുത് എന്ന് നീ പറയാറില്ലേ? ക്ഷമിക്കണം സാർ, ഇനി മേലാൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എന്നെ പിരിച്ചുവിടരുത്. നിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ ഒരു പോലീസുകാരനാകണമെന്നുള്ളത് കുഞ്ഞുനാളിലേ ഉള്ള ആഗ്രഹമായിരുന്നു സാർ. അത് നടന്നില്ല. ഒരു പോലീസ് ഓഫീസറുടെ ജോലിക്കാരനെങ്കിലും ആകാൻ കഴിഞ്ഞത് തച്ചോട്ടുകാവ് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാ. അതും സാറിനെ പോലെ തങ്ക സ്വഭാവമുള്ള ഒരു... കൂടുതൽ വാദ്യമൊന്നും അടിക്കണ്ട. ഈ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് എനിക്കൊരു ഗ്ലാസ് കാപ്പി എടുത്തോണ്ടോ. കട്ടൻ കാപ്പി വേണോ പാൽ കാപ്പി വേണോ സാർ? പാൽ കാപ്പി മതി. ബ്രൂ കാപ്പി വേണോ പൊടിക്കാപ്പി വേണോ? ബ്രൂ കാപ്പി ആയിക്കോട്ടെ. പാല് വേണോ പാൽപ്പൊടി വേണോ? ഏതാ ഉള്ളത്? ഇത് രണ്ടുമില്ല. കട്ടൻ ചായ തരാം സാർ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയമ്പിന്നു മുടക്കും ഞാൻ. തിരുവില്ലോമലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർ കുടമിന്നുടയ്ക്കും ഞാൻ. ഹലോ, അന്നാമേ ഞാൻ തന്നെയാ. നീ ഇന്നലെ എന്താ വിളിക്കാഞ്ഞേ? ഇന്നലെ രാത്രി 1 മണി വരെ ഞാൻ ഉറക്കൊഴിച്ച് കാത്തിരിക്കായിരുന്നു. 1 മണി വരെ ഞാൻ കാത്തിരിക്കായിരുന്നു. എന്ത് ഉറക്കപ്പറ? എന്താ നൈറ്റ് ഡ്യൂട്ടിയോ? എടി, നീ ഇങ്ങനെ പണിയെടുത്തെടുത്ത് ശരീരം കളയല്ലേ. ഗൾഫിലിപ്പോ ചൂടാണോ തണുപ്പാണോ? തണുപ്പോ? സാരമില്ല. എടി, ഒരു സാധാ പോലീസുകാരനായ ഞാൻ 2 എം പണിയെടുത്താലും ഇതേപോലെ വീട് പണിയാനൊക്കുവോ? ഇന്നലെ ഡിവൈഎസ്പി വീട് കാണാൻ വന്നിരുന്നു. അയാൾ അന്തം വിട്ടുപോയി. SI ഭാഗ്യനാഥനും സർക്കിൾ KK നമ്പ്യാർക്കൊക്കെ നമ്മളോട് അസൂയവാണെങ്കിൽ ആയിക്കോട്ടെന്നേ. അല്ലെങ്കിൽ നിന്നെ പോലെ നേഴ്സിനെ അവന്മാര് കല്യാണം കഴിക്കട്ടെ. അയ്യോ, നീ ഇങ്ങനെ ഫോൺ വിളിച്ച് കാശ് കളയല്ലേ. ഉള്ള കാര്യം ചോട്ടെ അയച്ചേരെ. എന്ത് ചെലവോ? ചെലവിനല്ലടി, ബാങ്കിലിടാൻ. ബാങ്കിലേ ഇടാൻ. ആര്, ഭാസ്കരനോ? അവനിവിടെ ഉണ്ടല്ലോ. അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനോ? വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. അത് വേണോ അന്നാമ്മേ? എനിക്കൊരു കൂട്ടല്ലേ. അവനൊരു മണ്ടനാ, പാവം. ഏയ്, അവന് വേണ്ടി ഒറ്റ ചില്ലിക്കാശ് പോലും ഞാൻ ചെലവാക്കൂല. വാടക വാങ്ങാതെ താമസിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അതെ, അതിന് പകരമായി അവൻ തുണി അലക്കുന്നു, അടുക്കളപ്പണി എടുക്കുന്നു, നിലം തുടയ്ക്കുന്നു. നിലം വരെ തുടയ്ക്കുന്നുണ്ട്. ഇപ്പൊ പുട്ടി തൊട്ടുകൊണ്ടിരിക്കുക. തങ്കഭസ്മവും കുങ്കുമപ്പൂവും ഒക്കെ ഞാൻ മുടങ്ങാതെ കഴിച്ചോണ്ടിരിക്കുക. ഞാനിപ്പോ നല്ലപോലെ വെളുത്തിരിക്കുക. ഇനിയും വെളുക്കും. ചിലപ്പോ വെളുത്ത് ഞാനൊരു സായിപ്പായി പോവോ എന്നൊരു സംശയം. ഓക്കേ. തങ്കഭസ്മല്ല, പ്ലാറ്റിനത്തിന്റെ ഭസ്മം കഴിച്ചാലും ഈ മുഖത്തിന് വലിയ വ്യത്യാസം ഉണ്ടാവും തോന്നില്ല കേട്ടോ. നിന്റെ കാര്യം ഇപ്പൊ അന്നാമ്മ പറഞ്ഞതേ ഉള്ളൂ. നിന്നെ ഇവിടെ ഇറക്കി വിടാൻ. എന്റെ അടുക്ക് ആളാവാൻ നോക്കിയാലുണ്ടല്ലോ, നിന്നെ ഇവിടെ ഇറക്കി വിടും ഞാൻ. ഇറക്കി വിട്ടാൽ ഞാനങ്ങ് പോകും. അല്ലേ തന്നെ SI ഭാഗ്യനാഥന്റെ കീഴിൽ അപമാനവും സഹിച്ചുകൊണ്ടുള്ള ഈ കോൺസ്റ്റബിൾ പണി എനിക്ക് മടുത്തിരിക്കുക. കിട്ടിയ സന്ദർഭം വെച്ച് അവനെ അടിച്ചമർത്താൻ നോക്കില്ലേ. അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട്? അതൊക്കെ പറയാമെന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ. ചെയർമാൻ തെരഞ്ഞെടുപ്പിന് ഞാൻ അവന് 100 വോട്ടിന് മുട്ടുകുത്തിച്ചു. പിന്നെ അവന്റെ അമ്മാവന്റെ മകളെ ഞാനൊന്ന് ലൈനിട്ടു. എന്ത്? ഞാനൊന്ന് ലൈനിട്ടു. വല്ല ലക്ഷദ്വീപിലോ അൻഡമാനിലോ പോയാലും വേണ്ടില്ല, ഇവന്റെ കീഴിൽ ഇങ്ങനെ എനിക്ക് മടുത്തു വച്ചായ. അവന്റെ അമ്മാവന്റെ മകള് നിന്നെ പ്രേമിച്ചോ? ഞാൻ പ്രേമിച്ചു.
ഓഹോ, അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അവളാരെ പ്രേമിക്കുന്നു? അതിതുവരെ തീരുമാനമായിട്ടില്ല. അവനവളെ നോട്ടമുണ്ടെന്ന് മാത്രം അറിയാം. എങ്കിൽ ഇത് അത്ര പെട്ടെന്ന് അവസാനിക്കുന്ന കേസല്ല ഭാസ്കര. അറിയാം. ഓ, കാലമാടനെത്തി. ഇതേ നമ്മൾ താമസിക്കുന്ന വീടാ, പോലീസ് സ്റ്റേഷനല്ല. ഇവിടെ വെച്ച് അവൻ വല്ലോ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാൽ ഞാൻ അപ്പ അവനടിക്കും. നമ്മൾ താമസിക്കുന്ന വീടാണെന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ വീട് എന്റെയാ. തല്ലും പിടിയൊക്കെ റോഡിൽ ഇറങ്ങിയിട്ട് മതി, ഇവിടെ വേണ്ട. എന്താ കോൺസ്റ്റബിൾ, സാർ, ഡ്യൂട്ടിക്ക് പോകാൻ സമയമായില്ലേ? ഭാസ്കരൻ കോൺസ്റ്റബിൾ സല്യൂട്ട് ചെയ്തില്ല. അതിനിത് പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ. എങ്കിലും യൂണിഫോം ധരിച്ച് നിൽക്കുന്ന തന്റെ സുപ്പീരിയർ ഓഫീസർ അല്ലേ ഞാൻ? സുപ്പീരിയർ കൈക്കൂലി കൊടുത്ത് നീ സുപ്പീരിയർ ആയതല്ലേ? ആണോ സാർ? സ്പോർട്സ് കോട്ടയിലാണ് എനിക്ക് SI സെലക്ഷൻ കിട്ടിയെന്നുള്ള കാര്യം ഭാസ്കരൻ കോൺസ്റ്റബിളിന് അറിയില്ലേ? നിനക്ക് എന്ത് സ്പോർട്സ് അറിയാം? തവളച്ചാട്ടോ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, an ass is but an ass though he carries gold. എന്ന് വെച്ചാൽ സ്വർണം ചുമന്നാലും കഴുത കഴുത തന്നെ എന്ന്. ഒന്നും ചുമക്കാനില്ലാത്ത കോവർ കഴുതകൾക്ക് അങ്ങനെ പലതും പറയാം. ഇതിന് ഞാനിപ്പോ മറുപടി പറയുന്നില്ല. കാരണം തെണ്ടി പട്ടികളോട് സംസാരിക്കേണ്ട ഭാഷ എനിക്ക് വശമില്ല. നമ്മൾ സമാധാന പാലകരാണ്, സമാധാനം തകർക്കുന്നവരാണോ സാർ? പ്ലീസ് ദയവായി പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. അച്ഛന്റെ വീടായിപ്പോയി. ഓക്കെ, രണ്ടുപേരും പെട്ടെന്ന് റെഡിയാവും. വരുന്ന വഴിക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് അതിക്രമിച്ച് കിടക്കുന്ന ഒരു പഴയ പിടികിട്ട പുള്ളിയെ ഞാൻ കണ്ടു. നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം, ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ. സാർ, കം ഓൺ ക്വിക്ക്. ഇവിടെയല്ല, കുറച്ച് അപ്പുറത്ത്. കവിയും കലാകാരനുമായിരുന്ന പഴയ കോളേജ് ഹീറോയ്ക്ക് ഞാൻ ഒരു ആരാധിയെ പരിചയപ്പെടുത്തി തരാം. വെയിറ്റ് ചെയ്യൂ. എന്തു പറ്റി ഭാസ്കര? അവളും ഈ നഗരത്തിൽ എത്തിക്കഴിഞ്ഞു. അടുത്തതായി കലാതിലകമായി തെരഞ്ഞെടുക്കപ്പെട്ട സെക്കൻഡ് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനി അഞ്ജു രാഘവനെ ആശംസിക്കാനായി കവിയും കലാകാരനുമായ നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാൻ KV ഭാസ്കറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, യൂണിവേഴ്സിറ്റി ഇന്റർസോൺ മത്സരത്തിൽ നമ്മുടെ കോളേജിന് സ്തുത്യർഹമായ അംഗീകാരം നേടുത്തുന്ന കലാകാരി എന്ന നിലയ്ക്ക് കുമാരി അഞ്ജു രാഘവനെ. ആരാ ഭാസ്കര അത്? പഠിച്ചിരുന്ന കാലത്തെ ഒരു മോഹം. അതിനെന്താ ഇങ്ങനെ ഒരു ഭാവം? അവളോടും SI ആയിട്ടേ കാണുള്ളൂ എന്ന് പറഞ്ഞിരിക്കും. അവളോട് SI ആണെന്നാ പറഞ്ഞത്. എന്നാ പിന്നെ DGP ആണെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. അമ്മാവൻ ഇതിനൊക്കെ മെനക്കെടുന്ന എന്തിനാ? പരിചയമില്ലാത്ത നാടല്ലേ, അവളെ തനിച്ചയക്കാൻ പറ്റുമോ? വാങ്ങിച്ചോ മോളെ. എല്ലാം കിട്ടിയില്ലേ ഡാഡി? ബാക്കി നമുക്ക് നാളെ മേടിക്കാം. ആ. എനിക്കിന്ന് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്ന ദിവസമാണ്. പിന്നെ ഈ ഷോപ്പിങ്ങിനൊന്നും ഇങ്ങനെ അമ്മാവനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അഞ്ജുവിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാ പോരെ. ഈ SI ഭാഗ്യനാഥനെ ഒന്ന് സല്യൂട്ട് ചെയ്യാൻ 47 കോൺസ്റ്റബിൾമാർ എന്റെ സ്റ്റേഷനിൽ പരസ്പരം മത്സരിക്കുകയാണ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, അഞ്ജുവിന്റെ ഏത് ആജ്ഞയും അനുസരിക്കാൻ അവർ ഓടിയെത്തും. ഇനി ഏത് പുസ്തകമാണ് അഞ്ജുവിന് വേണ്ടത്? നഗരത്തിലെ ഏത് ബുക്ക് സ്റ്റോളിൽ നിന്നായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി അത് അഞ്ജുവിന്റെ കൈകളിൽ എത്തിയിരിക്കും. വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള 2 കോൺസ്റ്റബിൾമാർ എന്റെ ജീപ്പിൽ ഇരിപ്പുണ്ട്. വരൂ, അവരെ ഏൽപ്പിച്ചാൽ മതി. അമ്മാവനെ ഓരോന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാ. വരൂ. ഏത് പുസ്തകമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ കോൺസ്റ്റബിൾമാരോട് പറഞ്ഞാൽ മതി. രണ്ടുപേരും അകത്തേക്ക് വാ. രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണം വല്ലതും ഉണ്ടെങ്കിൽ പറയാം. ഡ്യൂട്ടിക്കിടയിൽ മേലുദ്യോഗസ്ഥന്റെ അനുവാദമില്ലാതെ കടന്നു കളയുക, അത് പണിഷ്മെന്റ് അർഹിക്കുന്ന കുറ്റമാണെന്ന് അറിയാമല്ലോ. അതെ, ഭാസ്കരൻ പോരാൻ പറഞ്ഞു, ഞാൻ പോന്നു. അതുകൊണ്ട് ഞാൻ കുറ്റക്കാരനൊന്നും അല്ല. ഭാസ്കരനാണോ നമ്മുടെ മേലുദ്യോഗസ്ഥൻ? അതെ, അല്ല. ഡ്യൂട്ടിക്കിടയിൽ എന്ന് പറഞ്ഞല്ലോ, അവിടെ എന്തായിരുന്നു ഡ്യൂട്ടി എന്ന് മനസ്സിലായില്ല. കള്ളനെ പിടിക്കൽ ഡ്യൂട്ടിയിൽ പെടില്ലേ? ഏത് കള്ളൻ? നീ തന്നെ കള്ളൻ. വെറും സാധാ പോലീസായ നീ SI ആണെന്ന് ചിലരോടൊക്കെ പറഞ്ഞില്ലേ? അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. അത് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ കടന്നു കളഞ്ഞത്. SI സാറേ,
ഇതുപോലുള്ള പീറപ്പണികൾക്ക് തലങ്ങും വിലങ്ങും ഓടിക്കാനുള്ളതല്ല ഡിപ്പാർട്ട്മെന്റ് ജീപ്പ്. ഞങ്ങളെ സസ്പെൻഡ് ചെയ്യ്. നേരെ തെളിവ് സഹിതം ഞങ്ങൾ കോടതി കയറും. അധികാര ദുർവിനിയോഗത്തിന് കനത്ത ശിക്ഷ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഭാസ്കരൻ എന്നുള്ള പേര് മാറ്റി എന്നെ ഭാഗ്യനാഥ എന്ന് വിളിച്ചോ. നീ എന്നെ വിരട്ടാണോ? അതെ, വിരളുമെന്ന് ബോധ്യമുള്ളവരെ വിരട്ടുന്നത് എന്റെ ഒരു ഹോബിയാണ്. എസ് ഐ സാറേ, അഞ്ജു താങ്കളുടെ അമ്മാവന്റെ മകളായിരിക്കാം, പക്ഷെ അവൾക്കിപ്പോ വോട്ടവകാശത്തിനുള്ള പ്രായമായി. നമ്മളിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവൾ